ഹലോ ഫ്രണ്ട്സ്, അങ്കിൾസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു മട്ടൺ ബിരിയാണിയാണ്. അതിനുവേണ്ടി 2 കിലോ മട്ടൺ ബിരിയാണിക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി മസാല പുരട്ടി ഒന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ വയ്ക്കുന്നത് മല്ലിയില, പുതിനയില, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് പേസ്റ്റ് ആക്കാനുള്ളതാണ്. അത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്. നമുക്ക് ഈ മട്ടണിലേക്ക് മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി 2 ചെറിയ സ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, കറിമസാലപ്പൊടി 1 സ്പൂൺ, പെരിഞ്ജീരകം 1 സ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, ഇഞ്ചി പേസ്റ്റാക്കിയത് 2 സ്പൂൺ, ഉപ്പ് പാകത്തിന് ചേർക്കുക, പച്ചമുളക് പേസ്റ്റാക്കിയത് 2 വലിയ സ്പൂൺ, മല്ലിയില 1 പിടി, പുതിനയില കുറച്ച്. നമ്മൾ ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ഇറച്ചിയിൽ പിടിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം ഇത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത മട്ടൺ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ കുക്കറിലിട്ട് ഒരു 2 വിസിൽ അടിക്കത്തക്ക രീതിയിൽ സ്റ്റൗവിൽ വയ്ക്കാം. കാരണം അത് മുഴുവൻ വേകാൻ പാടില്ല. ബാക്കി നമ്മൾ മസാല കൂട്ടുമ്പോഴും ബിരിയാണി ദം ചെയ്യുമ്പോഴും വെന്തോളും. ഇപ്പോൾ നമ്മൾ 2 വിസിൽ കഴിഞ്ഞ് കുക്കർ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി പേസ്റ്റ് 2 വലിയ സ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 2 വലിയ സ്പൂൺ, നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ 1/2 കിലോ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഭാഗമാണ് നമ്മളിപ്പോൾ ഈ മസാലയിലേക്ക് ഇടുന്നത്. നന്നായിട്ട് വഴറ്റുക. സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. വഴറ്റുക. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി 2 ചെറിയ സ്പൂൺ, പച്ചമുളക് പേസ്റ്റ് 2 വലിയ സ്പൂൺ, ഉപ്പ് കുറച്ച് മതി. നമ്മൾ മട്ടണിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതിന് കുറച്ചിട്ടാൽ മതി. മല്ലിപ്പൊടി 2 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, ഗരം മസാല 1 സ്പൂൺ, പെരുംജീരകപ്പൊടി 1 സ്പൂൺ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കുക. മട്ടൺ ചേർത്ത് നന്നായി ഇളക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഇളക്കി കൊടുക്കണം. മട്ടൺ ഏകദേശം ഇപ്പോൾ വേഗമായി വരുന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മസാലക്കൂട്ട് ഇറക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് എടുത്ത ശേഷം കിസ്മിസ് ഇട്ട് കൊടുക്കുക. അത് മൂത്ത ശേഷം രണ്ടും മാറ്റി വയ്ക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് ആ എണ്ണയിൽ തന്നെ സവാള ഒന്ന് മുരിച്ചെടുക്കണം. അത് നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ എണ്ണയിൽ തന്നെ മൂപ്പിച്ചുകൊണ്ടിരിക്കുക. നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ അത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കുക. ബിരിയാണിക്ക് വേണ്ട പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് മറ്റൊരു പാത്രത്തിലും വെച്ചിട്ടുണ്ട്.
ഇനി ബിരിയാണി വെക്കുന്നതിന് വേണ്ടി കൈമ റൈസ് അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് 2 കിലോ. 2 കിലോ കൈമ റൈസ് നന്നായിട്ട് 4-5 പ്രാവശ്യം കഴുകി തോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി വെച്ച് തുടങ്ങാം. ബിരിയാണി വെക്കുന്നതിന് വേണ്ടി ഞാൻ വിറകടുപ്പിലാണ് ബിരിയാണി പാത്രം വെച്ചിട്ടുള്ളത്. തീ കൂട്ടി കൊടുക്കുക, പിന്നെ കുറച്ച് കൊണ്ടുവരിക. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയതാണ് വിറകടുപ്പ്. ബിരിയാണി പാത്രം വെച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പു, പെരുംജീരകം, ജാതിപത്രി, തക്കോലം, കുരുമുളക് എന്നിവയിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 3 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 2 കിലോ കൈമ റൈസാണ്, അതുകൊണ്ട് 3 ലിറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഒരു നുള്ള് മുൻപോട്ട് നിൽക്കണം, അതിനല്ല റൈസിൽ മുഴുവനും ഉപ്പ് പിടിച്ചിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം, അതുവരെ വെയിറ്റ് ചെയ്യുക. പാത്രത്തിലെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. അരിയിട്ട് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം അടുപ്പിൽ തീ ഒന്ന് കുറയ്ക്കുക. ഇനി ചെറിയ തീയിൽ മാത്രമേ വേകാവൂ. നന്നായിട്ട് ഇളക്കിയ ശേഷം വീണ്ടും അടച്ചു വയ്ക്കുക. 10 മിനിറ്റ്. അത് കഴിഞ്ഞ് നമുക്കിനി ഇതിൻ്റെ അടപ്പ് തുറന്നാൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി അടപ്പ് തുറക്കാം. വീണ്ടും ഇളകി കൊടുക്കുക. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എല്ലായിടവും. അതിനുശേഷം 250 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 8-10 മിനിറ്റിനകത്ത് അടുപ്പത്ത് തീ പാടില്ല, കനൽ മാത്രം മതി. തീ കൊടുക്കരുത്. തീ കൊടുക്കാതെ അടുപ്പത്ത് തന്നെ വെച്ചേക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വീണ്ടും തുറക്കാം. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാം. ദം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ ചോറ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അടിഭാഗത്ത് ഒരു ചെറിയ ലെയർ മാത്രം ചോറിട്ടിട്ട് ബാക്കിയൊക്കെ മാറ്റുക. ഇനി നമുക്ക് അതിലേക്ക് മസാല ഇടാം. മട്ടൺ മസാല ഒരു ലെയർ കംപ്ലീറ്റ് ഇടുക. അതിലേക്ക് വീണ്ടും ചോറിട്ട് കൊടുക്കുക. ചോറ് ഒരു ലെയർ ആകുമ്പോൾ അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. നമ്മൾ അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇല മാത്രം എടുത്തതാണ്. മല്ലിയില ഇട്ട ശേഷം അതിൻ്റെ കൂടെ പുതിനയില വിതറി കൊടുക്കുക. അതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ വറുത്ത് പൊരി വെച്ചിട്ടുള്ള സവാള മുരിച്ചത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച പൈനാപ്പിൾ വിതറി കൊടുക്കുക. അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളത്തിൽ കലക്കിയ മഞ്ഞൾപ്പൊടി അവിടെ ആയിരുന്നു ഒഴിക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കുക. അതിലേക്ക് വീണ്ടും മല്ലിയില, പുതിനയില എന്നിവ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഫ്രൈ ചെയ്ത സവാളയുടെ ബാക്കി മുഴുവൻ അതിലിടുക. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ വീണ്ടും വിതറി കൊടുക്കുക. അതിൻ്റെ കൂടെ ബാക്കിയുള്ള പൈനാപ്പിൾ കഷ്ണങ്ങളും വിതറി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരുന്ന മഞ്ഞൾ കുറച്ചുള്ളത് അതുകൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ദം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മൈദ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് പാത്രത്തിൻ്റെ സൈഡിലോട്ട് വെച്ച് പിടിപ്പിക്കുക. എല്ലാ സൈഡിലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മൂടി വെച്ച് നല്ല പ്രസ് ചെയ്ത് അടച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്കിനി അടുപ്പത്ത് നിന്ന് തന്നെയാണ് കുറച്ച് കനൽ കോരി നമ്മുടെ പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക.
ബാക്കി അടുപ്പത്തിട്ടുന്ന കനൽ നീക്കി കളയുക. വളരെ ചെറിയ അളവിൽ മാത്രം കനലിട്ട് കൊടുക്കുക. ഇനി നമുക്കിനി 10 മിനിറ്റ് നേരം അടുപ്പത്ത് തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് നോക്കാം. 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. അത് കുറച്ചു നേരം കൂടെ അതുപോലെ അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ദം പൊട്ടിക്കാം. 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ദം പൊട്ടിക്കുകയാണ്. ആ സൈഡിലിരുന്ന മാവെല്ലാം നല്ല ഉണങ്ങി കഴിഞ്ഞ് അതെല്ലാം എടുത്ത് കളഞ്ഞ് മട്ടൻ ബിരിയാണിയുടെ ഉഗ്രം മണമാണ് അടിച്ചിട്ടുള്ളത്. നമുക്ക് ഈ റൈസ് ഒന്ന് ഇളക്കി നോക്കാം. കൊതിയൂറുന്ന മട്ടൻ ബിരിയാണി, നല്ല മണവും നല്ല രുചിയുമാണ്. ഞാനിതൊരു പാത്രത്തിലേക്ക് ബിരിയാണി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ പപ്പടം, പൈനാപ്പിൾ സ്ലൈസ് ചെയ്തത്, സലാഡ് വെള്ളരി, സലാഡ്, അച്ചാർ. നിങ്ങളും ചെയ്ത് നോക്കുക. ഏറ്റവും നല്ല ഒരു ബിരിയാണിയാണ്. നല്ല മണവും രുചിയുള്ളതാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.